എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വെർമിസെല്ലി വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് ചിക്കൻ വെർമിസെല്ലിയാണ് ഉണ്ടാക്കുന്നത്. വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്ക് ഈ ചിക്കൻ ഒഴിവാക്കിയതിന് ശേഷം ബാക്കി ഐറ്റങ്ങൾ വെച്ച് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനോ വൈകുന്നേരം കഴിക്കാനോ ഡിന്നറായിട്ട് കഴിക്കാനോ ഒക്കെ പറ്റിയ ഒരു ഐറ്റമാണ് ഇത്. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 200 ഗ്രാം ചിക്കൻ കാണും. ഇത് ഒന്ന് വേവിച്ചെടുക്കണം. ചിക്കൻ ഒരു പ്രഷർ കുക്കറിലാണ് വേവിക്കുന്നത്. പ്രഷർ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടും. കുറച്ച് വൈറ്റ് പെപ്പറും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. ആദ്യം കുറച്ച് ചെറിയ തീയിലിട്ടതിന് ശേഷം വേണം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റാൻ. ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലൊക്കെ മാറ്റി കൈകൊണ്ട് ഇതൊന്ന് കീറിയെടുക്കാം. കുറച്ച് ചെറുതായിട്ടാണ് ഇത് കീറിയെടുക്കുന്നത്. ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മിക്സിയിലിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തീരെ ചെറുതായിട്ട് പോകും. കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് കടിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ചിക്കൻ എല്ലാം ഇവിടെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് വേണ്ടത് ഇതിനാവശ്യമുള്ള വെർമിസെല്ലി ഒന്ന് വേവിച്ചെടുക്കുക എന്നുള്ളതാണ്. വെർമിസെല്ലി ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു പാനിലേക്ക് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലിന് പകരം ബട്ടർ ഉപയോഗിച്ചാലും മതി. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഉണ്ടാക്കുന്നത്. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 കപ്പ് വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഈ സമയത്ത് ഈ വെർമിസെല്ലി വേവിച്ചെടുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ വെർമിസെല്ലി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വെർമിസെല്ലി വറക്കാതെ ഡയറക്റ്റ് ഇട്ട് കൊടുത്താലും മതി. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ വെള്ളത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എല്ലാം കൂടെ കട്ട പിടിച്ച് ഒട്ടിപ്പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വെർമിസെല്ലി ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്കിതിന് വേണ്ട ബാക്കി ചേരുവകൾ തയ്യാറാക്കാം. ഇവിടെ ഒരു പാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇത് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ വഴറ്റിയാൽ മതി. ഇതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. കൂട്ടുകളുടെയൊക്കെ പച്ചമണം മാറുമ്പോൾ ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാബേജ് ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ഉള്ളി ചെറുതായിട്ട് മുറിച്ചത്, കുറച്ച് ഉപ്പ്, ഇവയെല്ലാം കൂടി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ജസ്റ്റ് കുക്കായിട്ട് കിട്ടിയാൽ മതി. ഒരുപാട് വഴറ്റുകയോ കളർ മാറുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം പല വേവുള്ള വെജിറ്റബിളല്ലേ, എല്ലാം കൂടെ കുക്കായിട്ട് വരുമോ എന്നുള്ള ഒരു ഡൗട്ട് കാണും. ഇങ്ങനെ ചേർത്ത് കൊടുത്താലും എല്ലാം നല്ലവണ്ണം വെന്ത് കിട്ടും. ഈ സമയത്ത് വെർമിസെല്ലി എല്ലാം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇതൊരു അരിപ്പയിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ചേർത്തിരുന്ന വെജിറ്റബിൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം കുക്കാകാൻ വേണ്ടി വളരെ ചെറിയ സമയം മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ക്യാപ്സിക്കം നേരത്തെ ചേർത്ത് കൊടുക്കാത്തത്. ക്യാപ്സിക്കത്തിന് തീരെ വേവ് കുറവായതുകൊണ്ടാണ് നേരത്തെ ചേർത്ത് കൊടുക്കാഞ്ഞത്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വൈറ്റ് പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വെള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. കറുത്ത കുരുമുളക് പൊടിയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റും കളറും ഒക്കെ മാറിപ്പോവും. അടുത്തതായിട്ട് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ടേസ്റ്റ് നോക്കി ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പും വൈറ്റ് പെപ്പറും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് സോയാ സോസാണ്. ഞാനിവിടെ 1 സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ വേണ്ടവർക്ക് 1 സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. സോസ് ചേർത്തതിന് ശേഷം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെർമിസെല്ലി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെയ്തിരിക്കുന്ന രീതിയിൽ വെർമിസെല്ലി വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല കറക്റ്റ് വേവിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇങ്ങനെ ചെയ്യുന്നതാണ് കാണാനാണെങ്കിലും കഴിക്കാനാണെങ്കിലും നല്ലത്. വെർമിസെല്ലി ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കാൻ മറക്കണ്ട.
പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.